മമ്മൂട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പോഴാണ്. ഓ അപ്പൊ നേരത്തെ ഒന്നും ബാഡ് ടൈംസ് ആയിരുന്നു. ബാഡ് ടൈം അല്ല, ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പോഴാണ്. അത് മെയിൻലി സ്ക്രിപ്റ്റ് സെലക്ഷൻ കൊണ്ടാണ്. നല്ല സ്ക്രിപ്റ്റ്. അദ്ദേഹത്തിന്റെ ആക്ഷൻ രംഗങ്ങളോ അല്ലെങ്കിൽ ആക്ടിംഗ് കൊണ്ടല്ല, സ്ക്രിപ്റ്റ് കൊണ്ട് മാത്രമാണോ? അല്ല, പുള്ളി ഒരു റോഷാക്ക്, ഭ്രമയുഗം, ഇതൊക്കെ ആക്ഷൻ തന്നെ വേണ്ടേ? അല്ല, സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റ് ചൂസ് ചെയ്ത പുള്ളി. നല്ല പുള്ളി വെള്ളിത്തിരയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കണ്ടേ സന്തോഷ്? ബാബു അഭിനയത്തിൽ കാര്യത്തിൽ മോളെ തന്നെയാ മുന്നില്ല. മമ്മൂട്ടിക്ക് സ്ലാങ്, ഭ്രമയുഗത്തിൽ കൂടുതലും ഭാവാഭിനയമാണ്. ഭാവാഭിനയം ഇല്ലായിരിക്കും ഭ്രമയുഗം പാളിപ്പോയനെ. ബാബു അഭിനയത്തിലെ ഏറ്റവും മുമ്പിൽ മോളെ തന്നെയാണ്. ഈ സ്ലാങ്, പിന്നെ മറ്റേ പൗരുഷ ശബ്ദം, ഇതിലെല്ലാം മമ്മൂട്ടി. ഒരു പാതിര കൊലപാതകം, അതിനകത്ത് മമ്മൂട്ടി എത്ര റോളിൽ അഭിനയിച്ചു, എന്തെല്ലാം വേഷങ്ങൾ അഭിനയിച്ചു. മമ്മൂട്ടിക്ക് പല മോളാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നത്? അദ്ദേഹം ഒരു കിലുക്കം പോലെ മൂവിയോ സ്പടികം പോലെ മൂവി ചെയ്യാൻ പറ്റുമോ? ഈ ആറാട്ടണ്ണൻ്റെ കുറേ ഇൻ്റർവ്യൂവും പോസ്റ്റുകളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സാധാരണ ഇങ്ങേരോടാണ് വെറുപ്പ് തോന്നാറ്, അല്ലെങ്കിൽ ഇങ്ങേരാണ് വെറുപ്പിക്കുന്നതായിട്ട് തോന്നാറ്. ആ ആറാട്ടെണ്ണം പോലും ഈ ഇൻ്റർവ്യൂവിൽ ചെന്നിരുന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അയാൾ പറയുന്നത് ശരിയല്ലേ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയുടെ പവർ എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഈ ആറാട്ടെണ്ണനെ പോലും നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഇതുപോലത്തെ ഇൻ്റർവ്യൂവർമാരും വിചാരിച്ചാൽ മാത്രം മതി.